എനിക്കതല്ല, ഞാൻ 20 വർഷം ധർമ്മജന്റെ കൂടെ നടന്നിട്ട് ആരും എന്നോട് ചോദിച്ചില്ല എന്താ ധർമ്മജനുമായിട്ട് നടക്കുന്നത്. മമ്മൂട്ടിയായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇതെങ്ങനത്തെ അങ്ങനെയെന്നുള്ളത്. അന്ന് എന്റെ കുഴപ്പമില്ല. അന്ന് ഇവര് തേങ്ങാക്കൊല മാങ്ങാത്തൊലി എന്ന് പറഞ്ഞൊരു ആൽബം ഇറങ്ങി. ഈ നമ്മുടെ ഈ വൈറൽ ട്രെൻഡുകൾ നമ്മൾ ഏറി പോവുക എന്നൊക്കെ പറയുന്നതിന്റെ ഒരു തുടക്കം അതിനായിരുന്നു. ഇപ്പൊ ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചനമ്പ്യാര എന്നൊക്കെ പറയുന്നത് പോലെ ഏറി പോകുന്നതിന്റെ ഉപജ്ഞാതാവായി നിൽക്കുന്ന അത് കഴിഞ്ഞ ബാക്കിയുള്ളവരൊക്കെ പോയത്. ഞാൻ പറഞ്ഞ ഉള്ളിടക്കം തവളവട്ടം പടയോട്ടം വിജ്ഞാനം വിശ്വാസം പാദമുദ്ര പൂജയുടെ സുഖത്തിൽ ഒഴിക്കുന്ന പൂമ്പൊഴി നീങ്ങാത്തുള്ള മാറ്റത്തെ കരിയിൽ കാറ്റുപോലെ ആമുഖമൊക്കെ പറഞ്ഞ് ഭംഗിയായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇവരെന്നെ കൊണ്ട് വർത്താനം പറയിച്ച് അങ്ങനെ നമ്മൾ പറഞ്ഞു പോയി. സമീപകാലത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു ആവേശങ്ങളുടെ ആക്കം വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ ആവേശം ഉണ്ടാകുന്ന സദസ്സുകളിൽ ഒന്ന് നിങ്ങളുടെ സദസ്സാണ്. ആ ആവേശം കാണുന്നതിൽ വലിയ സന്തോഷം. കാരണം പൊതുവെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ ജഡ്ജ്മെന്റിലാണ്, പല കാര്യങ്ങളും ജഡ്ജിയാണ് ചെയ്യുന്നത്, ആസ്വദിക്കാറില്ല. നിങ്ങൾ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. ഷർട്ട് എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇങ്ങനെ മഴയോ എന്ത് ചോദിച്ചാലും ഒരു കുഴപ്പമില്ലായ്മയുണ്ട്. അല്ലാതെ മനസ്സ് തുറന്ന് ഒരു മൊമെന്റുകളെ ആസ്വദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഇത്തിരി കുറവായിട്ട് പല സ്റ്റേജുകളിലും പോയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ കുറെ സ്റ്റേജുകളിൽ ഏകദേശം ഒരു 3000-ൽ കൂടുതൽ സ്റ്റേജുകളിൽ ഷോ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്നിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തൊട്ട് വലിയ ആഘോഷവും സന്തോഷവുമാണ്. നമ്മള് പഠനത്തിന് വേണ്ടി കുറച്ചു നാളൊക്കെ മാറ്റിവെച്ച് അത് കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞ് പഠിച്ച കാലത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമല്ലോ. അങ്ങനെ ആലോചിക്കുമ്പം നമ്മുടെ റെഗുലർ ഡേയ്സ് ഒന്നും നമ്മുടെ ആലോചനകളിൽ വരില്ല. നമ്മുടെ ടൂർ പോയ ദിവസമോ ഇതുപോലെ ഒത്തുകൂടിയ ദിവസമോ പ്രണയം പറഞ്ഞ ദിവസമോ പ്രണയം നിഷേധിക്കപ്പെട്ട ദിവസമോ കോളേജിൽ നിന്ന് ഇറക്കിവിട്ട ദിവസമോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ദിവസങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എപ്പോഴും ആലോചിക്കുക. അങ്ങനെ നിങ്ങൾ ആലോചിക്കുന്ന നിങ്ങളുടെ ഈ ഒരു പഠന കാലഘട്ടത്തിന്റെ നല്ല ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിൽ ടോവിനോ തോമസിന്റെയും നസ്ലിന്റെയും പേരുകളുടെ ഇടയിൽ എന്റെ പേരും കൂടെ എഴുതി ചേർക്കാൻ പറ്റിയത് എന്റെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. വലിയ നന്ദി. ആ പോയോ ടോവിനോ? ഞാൻ റൂമിൽ വെച്ച് കണ്ടായിരുന്നു. അല്ല പോയോന്ന് ചോദിച്ചതാ. ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വന്നവരല്ലേ ഞാൻ അറിയുള്ളൂ. ഞാൻ ഇവിടുന്ന് പോയോന്നാ ചോദിച്ചത്. നമ്മൾ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് സൂചന തരാൻ പറ്റും? അതുമില്ല, നമ്മള് കുറച്ച് സമയം ഇവിടെ രമേശ് ഇവരുടെ കൂടെ നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യാൻ പോകണം. ഇവരിൽ ഒരാളായി നമ്മൾ മാറാൻ പോകണം. ഞാൻ മാറാനില്ല, ഓൾറെഡി മാറിയിട്ട് നിൽക്കുക. നീ മാറിയാ മതി. ഓക്കെ, ഒന്ന് എനിക്ക് കിട്ടി. എന്തിനാ പേടി ഇങ്ങനെ പറയുന്നത്? അത് അന്ന് ഏതാ നമ്മളേതോ D4 ഡാൻസോ ഏതോ പരിപാടി പേളി ആങ്കർ ആയിരുന്നപ്പോ ഞാൻ വന്നതല്ലേ അവിടെ. അതെ, അന്ന് എന്റെ കുഴപ്പമില്ല. അന്ന് ഇവര് തേങ്ങാക്കൊല മാങ്ങാത്തൊലി എന്ന് പറഞ്ഞൊരു ആൽബം ഇറങ്ങി. ഈ നമ്മുടെ ഈ വൈറൽ ട്രെൻഡുകൾ നമ്മൾ ഏറി പോവുക എന്നൊക്കെ പറയുന്നതിന്റെ ഒരു തുടക്കം അതിനായിരുന്നു. ഇപ്പൊ ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചനമ്പ്യാര എന്നൊക്കെ പറയുന്നത് പോലെ ഏറി പോകുന്നതിന്റെ ഉപജ്ഞാതാവായി നിൽക്കുന്ന അത് കഴിഞ്ഞ ബാക്കിയുള്ളവരൊക്കെ പോയത്. യെസ്, അതെ. പറ്റിയല്ലോ. അതെ, അന്ന് വലിയ പാടാ. അത് ഇപ്പം എല്ലാ ദിവസവും ആരെങ്കിലും അന്തരീക്ഷത്തിൽ ഇത് നിൽക്കുന്ന പോലെ നിൽപ്പുണ്ട്. ഇങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ നിലത്തിറങ്ങാൻ പറ്റാറില്ലേ? അന്ന് അങ്ങനെ അല്ല. പറഞ്ഞോളൂ, എന്താ ചോദിച്ചാൽ ഞാൻ പറയാം. ശ്രീനി ഫ്രണ്ടാണോ നിന്റെ ഭർത്താവല്ലേ? ചായ കുടിക്കാൻ പോകും അങ്ങനെയൊക്കെ. പക്ഷെ രമേശ് അങ്ങനെയില്ല. മമ്മൂക്കയുടെ കൂടെയാണ് ചായ കുടിക്കാൻ പോകുന്നത്. മമ്മൂക്കയാണ് ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് പോലെ. അതൊക്കെ അങ്ങനെ എനിക്കതല്ല, ഞാൻ 20 വർഷം ധർമ്മജന്റെ കൂടെ നടന്നിട്ട് ആരും എന്നോട് ചോദിച്ചില്ല എന്താ ധർമ്മജനുമായിട്ട് നടക്കുന്നത്. മമ്മൂട്ടിയായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇതെങ്ങനത്തെ അങ്ങനെയെന്നുള്ളത്. അത് ഞങ്ങളുടെ രണ്ടിനെയും പ്രൊഫൈല് തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അത്ഭുതമാണ്. രണ്ട് മനുഷ്യരായിട്ട് കണ്ടാൽ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. വളരെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരു ബോണ്ടിനെ കുറിച്ചൊന്ന് പറയാമോ?
അല്ലെ നമ്മൾ പറയും നമുക്ക് രാവിലെ ഇറങ്ങിയിട്ട് ഇന്ന് കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി നടന്നാലോ അങ്ങനെയൊന്നും സംഭവിച്ചു പോകുന്നതല്ല. ഇപ്പം ബിഗ് ബോസിൽ കയറുന്നത് വരെ ശ്രീനി ആയിരിക്കും ഇനി നിങ്ങളുടെ തുടർ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന എന്നുള്ളത് തനിക്ക് അറിയാമായിരുന്നോ? ഇല്ല. അപ്പൊ നമുക്ക് ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഞങ്ങളിങ്ങനെ 2000 എന്താ ഇവിടെ 2018 ആരാധകരെ ആരോ വന്നിട്ടുണ്ട്. രാശിയാണോടാ അത്? ആരാത്? എന്തായാലും ടീഷർട്ട് കലക്കി ജാക്കറ്റ് അല്ലേ? 1.5 ലിറ്റർ മിറണ്ടയുടെ കുപ്പി കൈ കാശ് വെച്ച് വെള്ളമിരിക്കുന്നു. അത് കേട്ടിട്ട് അല്ല, എനിക്കിത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അവിടെ ഒരാള് അവരെ ഒന്ന് കയറ്റിയിരുന്നു. അതെ, അവർക്കൊരു നല്ല ഇരിപ്പിടം കൊടുക്കും. ഓക്കെ രമേശ് ചേട്ടാ, യു കൊണ്ടുവരാം. അപ്പോ എന്ന് പറയുന്നതുപോലെ 2018 നമ്മുടെ വലിയ വെള്ളപ്പൊക്കം വന്ന സമയത്ത് പല ക്യാമ്പുകളിലും അദ്ദേഹം, ഞാനപ്പോ സിനിമയുടെ കഥ പറയുന്ന സമയമാണ് അദ്ദേഹം കൂടെ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ ആ കൂടെ പോയി. അങ്ങനെ തുടങ്ങിയൊരു സൗഹൃദമാണ്. സൗഹൃദം തന്നെയാണോ അതിനെ പേരിട്ട് വിളിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എപ്പോഴും വിളിക്കാനും കാണാനും സംസാരിക്കാനും ഒക്കെ ഉണ്ട്. സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് സൗഹൃദങ്ങൾ വളർന്നുണ്ട് രമേശ് ചേട്ടൻ. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങളാണ് നമ്മുടെ ഒരു ബലം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് തോന്നുന്നു രമേശ് ചേട്ടൻ ചെല്ലുന്ന വേദികളിലെല്ലാം ആ സുഹൃത്തുക്കളെ പറ്റി ആയിരിക്കും രമേശ് ചേട്ടൻ പറയുന്ന കഥകളിൽ ഒരു 99% അല്ലേ? അപ്പൊ ഇപ്പം ഇവിടെ ഒരുപാട് എനിക്ക് തോന്നുന്നു 15,000-ഓളം സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതും അറിയാത്തതുമായ സുഹൃത്തുക്കൾ ഇരിപ്പുണ്ട്. അവരൊക്കെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അവരിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാവുന്ന ഒരു ഇൻവോൾവ്മെന്റിനെ പറ്റിയും ഒരു ഇൻഫ്ലുവൻസിനെ പറ്റിയും സുഹൃത്തുബന്ധത്തിനെ പറ്റി ഏറ്റവും നല്ല അതിന് ഏറ്റവും നല്ല ആഴങ്ങൾ അറിഞ്ഞ രമേശ് ചേട്ടൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ഇതൊരു സീരിയസ് ആയിട്ടൊരു മാറ്ററാണ് കേട്ടോ. നമ്മള് നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് നമ്മളെ തല്ലി വീഴ്ത്താൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളെക്കാൾ മനസ്സിന് ബലമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നമ്മളെ പലതുമാക്കി മാറ്റാൻ കഴിയും. നമുക്ക് ഒരാളുടെ ദേഹത്ത് തൊടാതെ അയാളെ സന്തോഷിപ്പിക്കാം, സങ്കടം വരുത്താം, മറ്റൊരാളുടെ ശത്രുവാക്കി മാറ്റാം. അയാളെ എന്ത് വേണേലും പറഞ്ഞ് നിരന്തരം പറയുക വഴി നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറിയും പറഞ്ഞൊക്കെയാണ് നമ്മൾ നമ്മുടെ സ്വഭാവം ഫിക്സ് ചെയ്യുന്നതും നമ്മുടെ ഒരു കരിയറും പ്രൊഫഷനും ഒക്കെ തീരുമാനിക്കുന്നതും. എപ്പോഴും പറയുമല്ലോ, നമ്മൾ നമ്മുടെ ഹാബിറ്റുകളാണ് ഫിക്സ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളാക്കുന്നതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സിന് വലിയ പങ്കുണ്ട്. അവര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവര് നമ്മളെ കറക്റ്റ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അവര് നമ്മളെ ഡീവിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട്, ചിലപ്പോൾ നമ്മളെ തളർത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ അത്തരത്തിലുള്ളൊരു വലിയ അസറ്റാണ്. അത് ഭംഗിയായി നല്ല സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ലോട്ടറി അടിക്കുന്നത് പോലെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് നല്ല സൗഹൃദം എന്ന് പറയുന്നത്. പിന്നെ ഈ കാലഘട്ടത്തിലെ സൗഹൃദങ്ങളും ഇതിന്റെ പേരുകളും ഒക്കെ നിങ്ങൾക്ക് നാളെ ഒരു 15 കൊല്ലം കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും പേരറിയാൻ പറ്റും, എല്ലാവരുമായിട്ട് കൂട്ടറിയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരായിരിക്കും. അപ്പോ സൗഹൃദത്തിന് ഒരു ഡെയിലി ബേസിസിലുള്ള കാണലോ മെസ്സേജ് വിടലോ ഒക്കെ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കാതിരിക്കുക. സൗഹൃദങ്ങൾ പരമാവധി കാലത്തോളം മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെയാണ് സൗഹൃദവുമായി ബന്ധപ്പെട്ടാകെ പറയാനുള്ളത്. നിങ്ങളെ ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനം അതായിരിക്കണം. തീർച്ചയായിട്ടും. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് മറ്റേ ജോസഫ് അന്നംകുട്ടി ജോസൊക്കെ പറയുന്ന പോലെ ചെറിയ ക്ലാസ് എടുപ്പായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പേളിയെ കുറിച്ച് എന്താ? പേളി വളരെ തുറന്ന് സംസാരിക്കുന്ന, വളരെ ഉറക്കെ ചിരിക്കുന്ന, നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മൾ സമൂഹ ജീവിയാണെന്ന് പറയുമല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കുമ്പോൾ ആളുകൾ കൂടിയാണ് സമൂഹം ഉണ്ടാകുന്നത്. അങ്ങനെയല്ല, ഇവിടെ ഓൾറെഡി ഒരു സമൂഹം ഉണ്ട്. ജനിക്കുന്ന ഓരോരുത്തരെയും ട്രെയിൻ ചെയ്ത് ആ സമൂഹത്തിലേക്ക് എടുക്കുകയാണ്. നിങ്ങളിപ്പോ അഡ്മിഷൻ എടുത്ത് വരുന്ന പോലെ അങ്ങനെ എടുക്കുകയാണ്. അതുമായിട്ട് അത്ര പെട്ടെന്ന് അതിലോട്ട് ജെല്ലാവാതെ അവരുടെ ഈ കൺവെൻഷണൽ ആയിട്ടുള്ള പരിപാടികൾ പിടിക്കാതെ അതിന്റെ സൈഡ് മാറി പോയി സ്വന്തമായിട്ട് വഴിവെട്ടി വന്നിട്ടുള്ള ഒരാളാണ് പേളി. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു കാര്യം. താങ്ക് യു സർ. പറഞ്ഞല്ലേ പോയിട്ടില്ലേ? എന്തിനെ കുറിച്ചാ പറയേണ്ടത്? നിന്നെ കുറിച്ചാണ് പറയുന്നത്. ജീവ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് അത്യാവശ്യം നല്ല പ്രസൻസ് ഉള്ള ആണുങ്ങളിൽ ഒരാളാണ് ജീവ എന്ന് പറയുന്നത്.
പൊതുവെ ആണുങ്ങൾക്ക് അത്രയും അതിൽ കെയർ ചെയ്യാറില്ല പൊതുവെ. അതുകൊണ്ടാണ് നീ അത്യാവശ്യം നല്ല ശരിക്കും എനിക്ക് തോന്നി ഇത് അവരുടെ ഒരു സൽവാർ ഇട്ടോണ്ട് വന്നു ഒരാളാണ്. പിന്നെ നമ്മളിപ്പോ ഒരു ടീമാന്ന് പറഞ്ഞു. അത്യാവശ്യം ഈ നമ്മൾ നിരന്തരം എപ്പിസോഡുകൾ ചെയ്യുമ്പോൾ പലതരത്തിൽപ്പെട്ട പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ഡിജിറ്റൽ സ്പേസിലൊക്കെ ഉള്ള ഇന്റർവ്യൂകൾ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചറിയാം. എന്ത് വേണേ ചോദിക്കാം. എന്തായിരുന്നു എക്സ്പീരിയൻസ്? ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എങ്ങനെ നോക്കി കാണുന്നു? ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ മാർക്കുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് ഒരാളെ കൊണ്ട് ആൻസർ പറയിക്കുക എന്ന് പറയുന്നത് ഒരു ഇത്തിരി ശ്രമകരമായ ജോലിയാണ്. ആ ഒരു കാര്യത്തില് ജീവ അത്യാവശ്യം വളരെ സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും വരുന്ന ആൾക്കാരെ കൊണ്ട് കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും നല്ലത് പറയുന്നത് വിചാരിച്ചില്ല. പെട്ടെന്ന് സരിഗമയുടെ ഓർമ്മകൾ ഞാനത് പറഞ്ഞ എന്താണെന്നറിയാമോ, ഇപ്പം ഈ ശൈലം തന്നെ തുടങ്ങുന്ന സമയത്ത് മമ്മൂക്കയാണ് പരസ്യത്തിൽ അഭിനയിച്ചത്. ആദ്യത്തെ പരസ്യത്തിൽ. അത് കോവിഡ് കഴിഞ്ഞ് മമ്മൂക്ക് ഇത്രയും താടിയൊക്കെയുള്ള സമയത്താണ് ഇതിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നത്. അതിന്റെ ഷൂട്ടിങ്ങിന് അന്ന് കൂട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്ന ആളാണ് ഞാൻ. അവിടുന്ന് ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമായി അതിന് മാറാൻ പറ്റുന്നു എന്നുള്ളത് വലിയ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. അന്നത്തെ ഒരു എല്ലാ ക്രൈസിസിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വളർച്ചയുടെ പാഠമാണ് ഇവര് നമുക്ക് പറഞ്ഞു തരുന്നത്. അതില് ഇപ്പൊ ഡിജിറ്റൽ സ്പേസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു മകുടോദാഹരണമാണ് സൈലം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വലിയ വിജയം. പേളി നിന്റെ യൂട്യൂബും ചാനലും ഒക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഞാനത് എടുത്ത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ സത്യത്തില് ഈ ഡിജിറ്റൽ സ്പേസിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറെ സമയം പോകുന്നുണ്ട്. നിങ്ങൾ ഇനി അത് കൂടുതലായിട്ട് അനുഭവിക്കും. ഒരു 20 മിനിറ്റിന് എത്ര ദൈർഘ്യം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ത്രെഡ്മില്ലിൽ കയറി ഒന്ന് നടന്നു നോക്കണം. 15 മിനിറ്റ് ആവും, 14 മിനിറ്റ് ആവും, 16 മിനിറ്റ്, ഇതൊന്ന് 20 മിനിറ്റ് ഒന്ന് ആയി കിട്ടണമല്ലോ നടന്നിട്ട്. പക്ഷെ പെട്ടെന്ന് ഒരു 10, 12, 13 റീല് കണ്ട 20 മിനിറ്റ് പെട്ടെന്ന് പോകും. ഈ പോകുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്. ഞാനിത് പറയാൻ കാരണം ഇന്ന് ഞാൻ രാവിലെ ട്രെയിനിൽ വരുമ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് തട്ടി നോക്കി, ട്രെയിനിൽ വേറെ പണിയില്ല, നോക്കുമ്പോൾ നമ്മുടെ ഒരു റിവ്യൂവറും ഐശ്വര്യലക്ഷ്മിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോ എന്നുള്ള വിഷയത്തിൽ ഡിബേറ്റ് നടക്കുകയാണ് 2-3 പേര് തമ്മിൽ. ഇതിനൊക്കെ വേണ്ടി കളയുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് പൊക്കോണ്ടിരിക്കുന്നത്. ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അപ്പം സമയം വളരെ വിലപ്പെട്ടതാണ്. എവിടെയാണ് ഇത് നിങ്ങൾ കൊണ്ട് കളയുന്നുള്ളത് വളരെ ജിമ്മിൽ പോകുമ്പോ ഇത് കണ്ടോണ്ട് നടക്കുക ഭയങ്കര ന്യൂട്രലായി ലാഭമായി സമയം നടക്കും. പ്രത്യേകിച്ച് നിന്റെ ചാനൽ കാണണം. അതെ അതെ, എന്തായാലും നിങ്ങൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തത്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ് ബിലോ. ഞാൻ ഒരു കാര്യം കണ്ടു രമേശ് ചേട്ടാ, ഞങ്ങൾ ഒരു കാര്യം നേരത്തെ ചെയ്തിട്ട് നടന്നില്ല. ഇത്രയും വലിയ ക്രൗഡ് വരുമ്പോൾ ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്കും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യാം. അതായത് ഞങ്ങൾ നേരത്തെ അതൊന്ന് പഠിപ്പിച്ചു. ഞങ്ങൾ പഠിച്ചത് ഇതെന്തായിരുന്നു? അവരുമായിട്ട് നിങ്ങൾ വർത്താനം പറഞ്ഞു. അപ്പൊ രമേശ് ചേട്ടൻ ഇതുപോലെ അല്ല, അന്ന് തുടക്കകാലത്ത് ഉണ്ടാക്കി പഠിച്ചിട്ടുള്ള ഐറ്റമാണ് ഇത്. ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് വളരെ പുതിയ ഐറ്റം ഒന്നുമല്ല. ഇത് തലച്ചോറ് നാക്കുമായിട്ടുള്ള കണക്ഷൻ വിടിയിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ശ്വാസപ്പെടുന്ന ഗ്യാപ്പുകളിൽ കൈയടിച്ചാൽ മതി. നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമായ ക എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര തവണ ഉപയോഗിക്കുന്നുണ്ട്, കായ്ക്ക് എന്തുമാത്രം കഴിവുകളുണ്ട് തുടങ്ങി കായുടെ കഴിവുകളെ കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ഒരു ഇനമാണ്. ശ്രദ്ധയേറെ വീക്ഷണം ആവശ്യമായ ഒരു ഇനമാണ്. സിനിമ പേര് മാത്രമല്ല, ഇച്ചിരി കൂടുതലും കൂടെ പറയുന്നത്. എന്താ പറഞ്ഞേക്കട്ടെ? എനിക്ക് തോന്നുന്നു ഇവരെ ഒന്ന് ആദ്യം അല്ല, ഞാൻ അവിടെ സിനിമ പേര് എത്തുമ്പോഴത്തേക്ക് ഇവർക്ക് കായുടെ കഴിവുകൾ പറഞ്ഞോട്ടെ. കലാകാരന്റെ കഴിവുള്ള കലാകാരന്മാരെ കൈഡികൾ കൊണ്ട് കുളിർ കൊലിപ്പിക്കനെ കൂടിയിരിക്കുന്ന കുടുംബങ്ങളുടെ കൂപ്പയുള്ള കൈക്കാണ് കരങ്ങൾ കെട്ടി കുട്ടികളുടെ കാമ്പിളി മുമ്പിലെ കരക്കിന് കപ്പത്തിലെല്ലാം കലാകാരന്മാരല്ല. അമേരിക്കൻ ക്ലിന്റൺ ക്ലിന്റെ കാമിക്ക് മോണിക്കർസ്കി കണ്ടില്ല. ലോകത്തിൽ നടക്കുന്ന സ്കൂട്ടറും സൈക്കിളിലും കായുണ്ട്. കരയിൽ കിടന്ന കല്ല് കട്ട കടൽ കല്ലെല്ലാം കായല്ലേ. കേട്ടിലെ കൊള്ളാവുന്ന കാര്യം കാ മാത്രമാണ്. കാകാരമാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം. കരുത്തമാരെ കീഴ്പ്പെടുന്ന 4 കാര്യങ്ങളാണ് കാമം, ക്രോധം, കള്ള്, കാമിനി. 4 കായുണ്ട്. കമ്പിൽ കേമൻ കാളിദാസൻ, കഥകൾ കേമൻ കഥകളി, എക്കതേമനേരെ കള്ളമാരി കേമന കായകളം കൊച്ചുണ്ണി. ഇതൊരു കുരിശാൻ തോന്നുന്നുണ്ട്. കുരിശി കിടക്കുന്ന ക്രിസ്തുവിന്റെ മറ്റൊരു കൃഷ്ണൻ കന്യാപുരം കാശ് കുർബാന കബർ കല്ലറ കാശ് എടുക്കാൻ കൊന്ത കാശ് കുറഞ്ഞാലോ കടം കയറിയില്ല കരഞ്ഞുകൊണ്ട് കുടിക്കും. കള്ള് കള്ളാടങ്ങൾ കൊന്ന കല്ലുവാദികളെന്ന് വിളിച്ച കാര്യം പറയും. ഞാൻ കേരളത്തെ കുറിച്ച് പറയാം. കേരളം എന്ന് തുടങ്ങുന്നത് തന്നെ കായലാണ്. കന്യാകുമാരിക്ക് കാസർഗോഡ് എടുക്കാണ് കേരളം കൂടി കൊള്ളുന്നത്. കൂടാതെ കൂടുതലും കാകൊണ്ടുള്ള ജില്ലക്കാരാണ് കേരളത്തിൽ കേൾപ്പിച്ചാലും കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കാശ്മീരിനാണ് കണ്ണൂർ കുടുംബം കേരളം കാണുവാനാണ്. കാർഗിൽ കാണാൻ പോലും കല്യാണം കാണാനേ ഇല്ല. കേരളത്തെ കടകളിൽ കടുവ, കള്ളി, കഴുത, കലമാങ്ങാക്കാര്, കട്ടന, കാട്ടുപോത്ത്, കുയില്, കുരങ്ങും, കീരി, കുറുക്കും, കുതിര, കോഴി, കുട്ടിത്തെ,
ഗോപുര കരിങ്കുരങ്ങ് എന്നീ കാട്ടുമൃഗങ്ങളുണ്ട്. ഇതൊരു കലയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കലയിൽ കൂടുതലും കായാണ് കൂത്ത്, കൂട്ടിയാട്ടം, കാവടിയാട്ടം, കോൽത്തോട്ടം, കുത്തോട്ടം, കെട്ടുക, കടുവാകളി, കോൽകളി, കോലത്തുണ്ട്, കുമ്മാട്ടം, കഥകളി. ആയോധനകളുടെ 3 കായാണ് കരാട്ടെ, കളരി, കുംഫു. കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ്. കൈ, കാല്, കണ്ണ്, കാത്, കരട്, കവിള്, കഴുത്ത്, കഷ്ണം, കമ്പീരി, കട്ടൻ, തുമ്പ, കിണി, കുളവ എല്ലാം കായാണ്. എനിക്കിഷ്ടമുള്ള സിനിമ താരങ്ങളെ കുറിച്ച് പറയാം. കണ്ണ് കാണാത്ത ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കാകാരന്മാരുണ്ട്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കമാനം, കട്ടൗട്ട്, കള്ളപ്പണം, കയ്യാകളി, കൈത്തോട്, കൊല, കട്ടക്കുട്ടി, വീട്ടുകുറിച്ച്, കോട, കോട്ടപ്പള്ളി, കേരളത്തിൽ കഴിഞ്ഞ് കുമ്മനം വരുത്തിയിരിക്കുകയാണ് കേരളത്തിലെ സിനിമകൾ. എനിക്കിഷ്ടമുള്ള സിനിമാ താരങ്ങളെ കുറിച്ച് പറയാം. കണ്ണ് കാണാത്ത പുറമെ കാണികളെ കരയിപ്പിക്കാൻ കലാഭമണി കായലാരംഭിക്കുന്ന കാട്ടിന്റെ മാനിന്റെ കാകാനമാണ് പാടുന്നത്. കാര്യങ്ങളില്ലാത്ത കുട്ടികൾ മാറുന്ന കരുമാടി കൂട്ടനായപ്പോൾ കൈ കൊട്ട് പെണ്ണയെന്ന് കൊടുക്കുന്ന മറ്റൊരു കാകാനമാണ് പാടുന്നത്. പുളനെയും കുബേരനെയും കസർന്ന കമലഹാസനിൽ കായുണ്ട്. നടുക്കമായിട്ട് ഷക്കീലായിരുന്നു കേരള കൗമാരക്കാരെയും കൂടെ ചോരന്മാരെയും കോരി തെളിപ്പിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ കനകഥ, കൽപ്പന, കാവേരി, കൊട്ടരക്കര, കാവ്യമാത, കൊച്ചും കുഞ്ചാക്കും, കൗരൂരമ, കെ പി സിലത, കൈതപ്പുറം, KGS എല്ലാം കാകാരമാണ്. ഇനി ഞാൻ കണ്ടു തീർത്ത സിനിമകളെ കുറിച്ച് പറയാം. ഞാൻ കണ്ടു തീർത്ത മിക്ക സിനിമകളും സിനിമകളാണ്. ഇവനെ പോലെ ഏത് സിനിമകളല്ല. ഞാൻ കണ്ടു തീർത്തുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയാം. കമലത, കന്മതം, കളിയാട്ടം, കളിവെടി, കളിക്കളം, കളിവഞ്ചേരി, കഴകൻ, കമ്പോടം, കടൽ, കമ്മീഷൻ, കർമ്മ, കർണാടകം, കണ്ണാടിക്കടവത്ത്, കള്ളംപോത്തനം, കണ്ണക്കാട്ടത്തിന്, കല്ലിച്ചെലമ, കണ്ടത്ത് കിടന്ന്, കടിഞ്ഞ കല്യാണം, കഞ്ഞിനെ പറ്റത്, കല്യാണം, കച്ചേരി, കളമശ്ശേരി കല്യാണം, കടത്തനാടനമ്പടി, കണ്ണമരദസം, കല്ലിയങ്കലനീരി, കല്ലൻകാറ്റ്, കടൽക്കാറ്റ്, കടവ്, കല്ലുകൊണ്ടുവേണ്ട, കന്യാമേരി, കന്നമ്പച്ചോട്ട്, കാത്തകളിലൂടെ, കർമ്മത്തോടെ, കാതുരകാതന, കാണമലത്ത്, കാരണം, കാട്, കാലാപനം, കാണാമലവ്, കാഞ്ചനം, കാവടിയോട്ടം, കാട്ടുകുതിര, കാശ്മീരം, കാബളിവായ, കിരീടം, കിലിക്കും, കിലിക്കാമ്പട്ടി, കിഴുക്കൊരു പക്ഷി, കുറുപ്പനം, കണക്കും, കുലപതി, കുലം, കൊക്കരക്കോയും കഴിഞ്ഞ്, കാന്താരം കഴിഞ്ഞ്, KGF കഴിഞ്ഞ്, കണ്ണൂർ സ്ക്വാഡും കഴിഞ്ഞ്, കിങ് ഓഫ് കോത്ത വരെ എത്തിയിരിക്കുന്നു. കായൽ ആരംഭിക്കുന്ന സിനിമകൾ കഴിഞ്ഞ് കിഷ്കിന്ത കാണ്ടം വരെ എത്തിയിരിക്കുകയാണ്. കായൽ ആരംഭിക്കുന്ന സിനിമകൾ എവിടെയും കായില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. ഈ പരിപാടി നടക്കുന്നത് കോഴിക്കോട് എന്ന് പറയുന്നതിനകത്തുണ്ട്. നിങ്ങള് മോഹൻലാലിന്റെ ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്? ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ ഉള്ളടക്കം, താളവട്ടം, പടയോട്ടം, ബെന്യാമിൻ വിശ്വനാഥ്, പാദമുദ്ര, പൂജയുടെ സുരത്ര ഒഴുകുന്ന പൂമ്പടിയിൽ നീങ്ങാത്തുള്ള നാൽക്കത്ത് നോക്കത്തോർക്കാനാത്ത മഴവിനോത്തം മുതൽ കരയിൽ കാറ്റ് വരെ തൂവാനത്തുള്ളിൽ ഇവിടെ എല്ലാവർക്കും സുമണ സുമദേവി, ആട്ടക്കലാശൻ, ടി പി ബാലഗോപാലൻ, ഗുരു സത്യം, ഹരിയറപ്പുള്ള ആക്കണ്ട്, ബന്ധങ്ങൾ വരുന്ന ഞാമ്പ്രനാട്, മുളമോട്ട്, റെഡിമോണ്ടുകളിൽ അത്രയും മട്ടപ്രദേശ്, ദേവദൂതം, ദേവാസുരം കഴിഞ്ഞ് ലൂസി വരെ എത്തിയിരിക്കുന്നു മോഹൻലാലിന്റെ സിനിമകൾ. പറഞ്ഞിട്ടുണ്ട്. ഇത്ര സിനിമ അഭിനയിച്ചത് തന്നെ നമുക്ക് ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ എത്ര മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെ ഒരാളെ ഉള്ളൂ. And that is രമേശ് പിഷാരടി.